ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കണേ. കണ്ടു കഴിഞ്ഞാൽ വലിയ ലുക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ പൊറോട്ടയാണ് നമ്മൾ ഉദ്ദേശിക്കണത്. അതെ, 4 കുറച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കണേ പരിപാടി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. എനിക്ക് വീശിയടിക്കാനുള്ള അത്രയും കഴിവ് കാര്യങ്ങളില്ല, പക്ഷേ തെറ്റില്ലാത്ത രീതിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അടിക്കണേ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി. അതുകൊണ്ട് തന്നെ തേങ്ങ അടിച്ചത് വരെയില്ല. ഒരു തെറ്റില്ലാത്ത രൂപത്തിൽ അടിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ വീശി അടിക്കണം നിർബന്ധമോ കാര്യങ്ങളൊന്നും പൊറോട്ടയ്ക്കില്ല. നമ്മുടെ പൊറോട്ടയല്ലേ, നമ്മൾ കഴിക്കാതല്ലേ. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ അടിക്കണം എന്നൊന്നുമില്ല. ഇത് ചുമ്മാ ഇതിപ്പോൾ ശരിയായില്ല കേട്ടോ. വീഡിയോ എടുക്കണമെന്നും കാര്യങ്ങളൊക്കെ കൂടി വന്നതിൻ്റെ പേരിൽ സെറ്റ് ആയുമില്ല. എടുക്കുന്നവരാണെങ്കിൽ മലയാളം അറിയാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ എടുക്കാൻ പറയണം എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആദ്യം പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയാം. മൈദ എടുത്തു, അതിനകത്ത് വെള്ളം ഒഴിച്ചു, പഞ്ചസാര ഇട്ടു, ഉപ്പിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ഇച്ചിരിക്കോളം ബേക്കിംഗ് പൗഡർ ഇട്ടു. ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എന്നിട്ടെ ബട്ടർ ഇട്ടു. വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം ഞാൻ ഒഴിച്ചിട്ടില്ല. ആകപ്പാട് ഈ ലാസ്റ്റ് ഈ സ്റ്റേജ് ആയപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണേ. അത് കഴിഞ്ഞ് കുറച്ച് 1/4 മണിക്കൂർ കുഴച്ച് നല്ല രീതിയിൽ പരുവാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിൽ ഒരു പരുവത്തിൽ കുഴച്ച് സെറ്റാക്കി വെക്കും നമ്മൾ. അതുകൊണ്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്, അളവ് എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അളവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇടുന്നു. 2 മുട്ടയാണ് 1 കിലോയ്ക്ക് ഇട്ട്, 1 കിലോ മൈദയ്ക്ക്. അതേപോലെ തന്നെ വേറെ എന്തിട്ടാ, ഒരു ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ. അത്ര കേട്ടോ, കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ ഇട്ടു. നന്നായിട്ട് കുഴച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ബട്ടറും അങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് 1 മണിക്കൂർ നന്നായിട്ട് ബട്ടറിൽ തേച്ച് ഒരു ടിഷ്യൂ വെച്ച് ഉണക്കി, ടിഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടിഷ്യൂവിൻ്റെ മുകളിൽ കൊണ്ട് ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു 1 മണിക്കൂർ. അത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ താൽക്കാലികം ഉരുട്ടി വെച്ചാൽ നോക്കിയാൽ ഈ പരുവം എന്നിട്ട് ഇങ്ങനെ ഞെങ്ങി പോണ പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ ഒരു വലിയ ബോളില്ല, നമ്മൾ മുറിച്ച് ഇതേപോലെ കുഞ്ഞു ബോളാക്കി. കുഞ്ഞു ബോളാക്കണം. എങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു പീസായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കൈ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതിക്കൂടെ ഇങ്ങനെ കയറ്റി ഇതേപോലെ സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് കുറച്ച് എണ്ണ തേച്ച് ഇങ്ങനെ ഇട്ട് വെക്കണം ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് പയ്യൊന്ന് ഞെക്കി പരത്തിയിട്ട് ഇതേപോലെ ഇട്ട് വെക്കണം. അത് കഴിഞ്ഞ് ഞെക്കി പരത്തി ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീശി അടിക്കാൻ പറ്റും. നല്ല പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ വീശി അടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ തട്ടിക്കൂട്ട് സെറ്റ് ചെയ്യാം. ഞാൻ തട്ടിക്കൂട്ടാണ് ചെയ്യണത്, കാരണം എനിക്ക് സമയമില്ല. ഇപ്പോൾ കാരണം ഓൾറെഡി നമ്മളൊരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ചീറ്റിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ അടിച്ച് വെച്ചിട്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടിച്ച് ഇതിപ്പോൾ അടിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, കാരണം ഇത്രയും എനിക്ക് പരത്താനുണ്ട്. അടിച്ച് ഒരു വട്ടം ഷേപ്പ് ആക്കുക, പാനിലിടാം. എന്നോട് ഷോ മൈ ഫേസ്, മൈ ഫേസ് എന്നോ ഒന്നൊരു പൊറോട്ട പുള്ളിക്ക് മലയാളം കിട്ടാം. അതുകൊണ്ടാണ്. അപ്പോൾ അടിച്ച് വട്ടാക്കിയിട്ട് പാനിലിട്ടിട്ട് ചൂടാക്കുന്നത്. പാനിലിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 10-20 കൂട്ടി പിടിച്ച് 2 അടി എന്നിട്ട് പൊറോട്ടയോ അല്ല ബീഫോ ചിക്കനോ പോർക്കോ എന്തായാലും കൂട്ടി പിടിയും പിടിച്ച് കഴിക്കുന്നു. ഇത് ഉണ്ടാക്കുന്ന പരിപാടി മനസ്സിലായി. വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് വീശാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 4 ഇതേപോലെ വലിച്ചങ്ങനെ വെക്കുക. ഇവിടെ വലിച്ചു വെക്കണം. ഇതൊക്കെ നമുക്ക് കഴുകണം. ഇതിങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ വലിയൊന്ന് വരയണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട ലാസ്റ്റ് അടിക്കുന്ന പറയണം. അപ്പം സെറ്റായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പൊറോട്ട അടിച്ച് സെറ്റായി കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അടിക്കാം കേട്ടോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അടിക്കാം. പിന്നെ യൂട്യൂബിൽ പ്രൊഫഷണൽസ് ചെയ്യുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എൻ്റെ തട്ടിക്കൂട്ട് പൊറോട്ട പരിപാടിയാണ്. ഇതിപ്പോൾ 1 2 3 4 5 6 7 8 ഇനിയൊരു 10 20 12 15 കൂടി ഉണ്ട്. അപ്പോൾ അത്രയും ഉണ്ടാക്കണം. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഹൗ മച്ച് ഈസ് ദ വീഡിയോ നൗ ദിസ് ഇയർ? 430. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലായി വിചാരിച്ചല്ലോ. മൈദ ഇട്ടു, പൊടികളൊക്കെ ഇട്ടു, നന്നായിട്ട് കുഴച്ചു. അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ വരുമ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞു ബോളാക്കിയിട്ട് ഇതേപോലെ 10 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞ് എടുത്തിട്ട് പരത്തി ഇതേപോലെ വെക്കണം ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് ഇതേപോലെ അടിച്ചടിച്ച് ഇതേപോലെ സെറ്റ് ചെയ്യണം. ഇനി ചുടണം, എടുക്കണം, പരിപാടി ക്ലോസ്. നിങ്ങളും പൊറോട്ട ഉണ്ടാക്കാൻ എളുപ്പമാണ്, വലിയ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഒരു നല്ല ടേബിൾ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ അടിക്കാം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടം.